എല്ലാവർക്കും നമസ്കാരം. കണ്ടില്ലേ, പാലക്ക് ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് പൊടിമോൻ നട്ട് വളർത്തിയിരിക്കുകയാണ്. അപ്പം മഴയൊക്കെ തുടങ്ങിയല്ലേ, മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കെട്ടാനുള്ള സാധ്യത കൊണ്ട് ഓരോരോ ചാലുകളൊക്കെ കണ്ണനെ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യാൻ നിൽക്കുന്നതാണ്, പൊടിമോനെ സഹായിക്കാൻ നിൽക്കുന്ന പയ്യൻ്റെ പേരാണ് കണ്ണൻ. അവനിങ്ങനെ ഓരോ ചാലുകളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാനപ്പം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി പാലക്കിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു കേടൊക്കെ വരുമല്ലേ, അപ്പോൾ അതിനു മുമ്പേ ഇതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം മഴയൊക്കെ ആകുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നൊരു ഇതാണല്ലോ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇപ്പം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ക്യാമറ ഗേള് നമ്മളെ മീൻകുട്ടിയാണ് കേട്ടോ. നമ്മളിനി പാലൊക്കെ വെച്ചൊരു വിഭവം ഉണ്ടാക്കിയാണ്. ഓക്കെ, കുറച്ച് ഞാൻ പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം വെക്കാൻ നമ്മളെ പാലക്കിൻ്റെ ഇല കുറച്ച് ഞാൻ പിച്ചിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് മഴയൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ടെടുത്തങ്ങ് മാറ്റാം. സുന്ദരി നിൽക്കുന്നുണ്ട്, നിറയെ ഉണ്ടായിരുന്നു, മഴയായി എടുക്കാൻ പറ്റി. ഈ ആശ്രാമത്തെ കൽപ്പന തന്നെ ഓർക്കിടും. അടിപൊളിയല്ലേ. ഇനിയുണ്ട് തന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ മഴയൊക്കെ ആണല്ലോ, എല്ലാവർക്കും കുറിക്കണമെന്നൊക്കെ തോന്നുമല്ലേ. അപ്പം ഞാൻ ഇവിടെ ഉള്ള ഒരു വസ്തു കൊണ്ട് ആണ് ആ വിഭവം ഉണ്ടാക്കുന്നത്. കാരണം ഇനിയിപ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. അത് ഞാൻ നല്ലതുപോലെ കഴുകി ഒക്കെ എടുത്തിരിക്കുകയാണ്. ഇത് പാലക്കിൻ്റെ ഇലയാണ്. കാരണം ഇനി നമ്മൾ കുറച്ച് ദിവസം കൂടെ ഇപ്പം തന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ ഇലകളൊക്കെ ഒരുമാതിരി പുഴുവൊക്കെ കയറിയൊക്കെ ചെയ്ത് ഞാൻ കുറേയൊക്കെ കളഞ്ഞിട്ട് കുറേയൊക്കെ നല്ലതൊക്കെ എടുക്കുകയാണ്. ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയായിരുന്നില്ലേ, പെരുമഴയായിരുന്നു. പെരുമഴയെന്ന് പറഞ്ഞാൽ 1-2 ദിവസം വെയിൽ വരും, പിന്നെ നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കും മഴയുടെ ഒക്കെ ആ വരവൊക്കെ കണ്ട നല്ല രസമായിരുന്നു. അത് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ അന്തരീക്ഷം കറക്കുന്നു, അങ്ങനെ അത് വരുന്നത് വീഡിയോ മാറിപ്പോയി. നല്ല രസമായിരുന്നു ആ ഒരു അന്തരീക്ഷം കഴിഞ്ഞിട്ട് മഴ ഇങ്ങനെ ദൂരേന്ന് വരുന്നുള്ള ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ. അപ്പം അതിപ്പം നല്ല മഴയൊക്കെയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കണം, ഞാൻ ഉൾപ്പെടെ തന്നെ കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ വിഭവത്തിലോട്ട് പോകാം. ഇത് ഞാൻ 1-2 വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം കേട്ടോ. ചെറുതായിട്ടൊന്ന് നമുക്ക് ചെറുതായിട്ട് അരിയാം. വലുതായാലും ഒന്നുമില്ല കേട്ടോ, പൊടിപ്പൊടിയായിട്ട് അരിയണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ആവുന്ന കണക്കൊക്കെ അരിഞ്ഞാൽ മതി കേട്ടോ. ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. പാലക്കൊക്കെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് വേറെ ആദ്യമുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വാട്ടിയെടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഞാനിത് അടുപ്പിലോട്ട് വയ്ക്കട്ടെ. നമ്മളിവിടെ ഇല ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളുണ്ടാക്കുന്ന വിഭവത്തിന് ഞാൻ ഈ ഒരു കപ്പാണ് എടുത്തത്. ഇത് 250 ml ഒരു ഇച്ചിരിയും കൂടെ വേണം. കൂമ്പാരം എടുത്താൽ കറക്റ്റ് 250 ml ആകും. അപ്പോൾ ഇതിന് ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇതിന് 1 കപ്പ് മാവ്, ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 10-12 അല്ലി ചുമന്നുള്ളി, ഒരു 12 ഇച്ചിരി ഒരു 15 ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് കണക്ക് തന്നെ 8-10 വെളുത്തുള്ളി, ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂണോളം നമുക്ക് ജീരകം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ അടിച്ചുകൊണ്ട് വരാം. നല്ലതുപോലെ വേണ്ട, നമുക്ക് തരിതരിപ്പായിട്ട് അടിച്ചുകൊണ്ട് വരാം. ഓക്കെ, നമ്മൾ തേങ്ങ ഇടുന്നു, ഉള്ളി ഇടുന്നു, വെളുത്തുള്ളി ഇടുന്നു,
ജീരകമുണ്ട്. ഇത് നമുക്ക് തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അളവെല്ലാത്തിനും കൂടുതല, നിങ്ങൾ ഈ അളവിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ഈ അളവ് പാത്രം ഞാനിങ്ങനെ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. 1 കപ്പായിട്ടില്ല, 1/2 കപ്പുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പുണ്ട്, 1/4 കപ്പുണ്ട്, 3/4 കപ്പുണ്ട്. അതേ കണക്ക് തന്നെ ഉണ്ട് 1/3 ഇങ്ങനെ ഒക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. 1/2 കപ്പ്, 3/4 കപ്പ്, 1/4 കപ്പ്, പിന്നെ അതിങ്ങനെ ഓരോ അളവ് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഞാനിങ്ങനെ നിങ്ങളെന്ന് കാണിച്ചു തന്നെയാണ് കേട്ടോ. അളവുകൾ കണ്ട് 3. അപ്പം നമുക്കിത് തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കിത് തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരാം. ഉണ്ട് ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. കാരണം ഒരുപാടങ്ങ് മഷി പോലെ അരയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് അരയ്ക്കാം. പക്ഷെ ചിലപ്പം അതിൻ്റെ സ്മെല്ല് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇപ്പോൾ വെള്ളത്തിലിടുമ്പോൾ അത് അങ്ങ് മാറും. ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ വേവിച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചിലർക്ക് ഇതിൻ്റെ സ്മെല്ല് വേണമെങ്കിൽ ആവിയിൽ വെച്ച് ആക്കിയാലും മതി കേട്ടോ. ഞാൻ പിന്നെ ഈ വെള്ളം നമുക്കിനി ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങെടുത്തതാണ് കേട്ടോ. ശരി, തീ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഇനി അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തേക്ക്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴുകി വൃത്തിയാക്കി പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. അപ്പം ഞാനിത് 1 കപ്പ് ചേർത്ത്, 1 കപ്പിന് നിങ്ങൾ ചേർക്കുമ്പോൾ 1 കപ്പിന് 1/4 കപ്പ് വെള്ളം ചേർക്കണം. ഞാനിപ്പം ചിത്തോനെ വിൽക്കുന്നുണ്ട്, അത് പ്രത്യേകം കാണിക്കണം. ഇപ്പോൾ 1 കപ്പിന് 1/4 കപ്പ് വെള്ളം ചേർക്കണം. ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 10-12 അല്ലി ചുമന്നുള്ളി, ഒരു ചെറിയ സ്പൂണോളം ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളുടെ എടുത്ത് പറയുന്നത് കേട്ടോ. ഞാനൊരു 3 കപ്പിനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം വെള്ളം അതിനനുസരിച്ച് ചേർത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ 1 കപ്പ് വെള്ളമാണല്ലോ, 1 കപ്പ് മാവ് ചേർത്തുകൊണ്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത്. ചിലപ്പോൾ അരിപ്പൊടിയുടെ വെച്ച് നമുക്ക് ചിലപ്പം വെള്ളം കൂടിയും കുറഞ്ഞുമൊക്കെ വേണ്ടി വരും. എന്തായാലും ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കൂട്ടണം കേട്ടോ. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്കിത് കട്ട കെട്ടാതെ നമുക്ക് നല്ലതുപോലെ അലിയിച്ചെടുക്കണം കേട്ടോ. ഞാനിത് തേങ്ങയുടെയൊക്കെ മിക്സിയൊക്കെ കഴുകിയ വെള്ളം എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് നേരത്തെ വേവിച്ച് ഞാനത് ഊറ്റിയെടുത്തതാണ്, എന്നിട്ട് തണുപ്പിച്ചതാണ്. അത് നമുക്ക് നേരത്തെ തേങ്ങ അരച്ച് മിക്സിയിലോട്ടിട്ട് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം. അരഞ്ഞില്ലേലും നമുക്ക് കാണാനൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ അരച്ചുകൊണ്ട് വരട്ടെ. ഇപ്പോൾ ഇവിടെ പിടിച്ച പാലക്ക് കൊണ്ടാണ് ഞാൻ ഈ വിഭവം ഉണ്ടാക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പാലൊക്കെ നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെന്ത് വരുമ്പോൾ ഈ കളർ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് കളറുകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുഴലപ്പമാണ്. ഞാൻ നേരത്തെ കുഴലപ്പം ഉണ്ടാക്കി നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പിടിച്ച പാലക്കിൻ്റെ ഇല കൊണ്ട് കളർഫുള്ളായി നല്ല പച്ച കളറിലൊരു കുഴലപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കളറൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, എൻ്റെ ഒരു പരീക്ഷണമാണ്. അപ്പം നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് നല്ലവണ്ണം നമുക്ക് മാവ് ഉപയോഗിച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. എണ്ണ നമ്മളുടെ രാജ്യത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിനെ ഇനി അടുപ്പിലോട്ടെടുത്ത് വയ്ക്കാം. ഓക്കെ, ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മളിതുവരെ തീയൊന്നും പറ്റിച്ചിട്ടില്ല. നമ്മളിതിനകത്ത് മാവ് ഒരു കപ്പിന് 1/4 കപ്പ് വെള്ളം, തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ, പാലക്കിൻ്റെ ഇല അരച്ചത്,
ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ വറ്റിക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇച്ചിരി തീ കൂട്ടിയിട്ടിട്ട് പിന്നെ നമുക്ക് തീ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് നമുക്കിത് ശരിയാക്കിയെടുക്കാം കേട്ടോ. തീ കൂട്ടിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ കുറച്ച് കൂട്ടിയിട്ടും ആക്കണം. പാട്ടുകൂടട്ടെ. എൻ്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിമിഷവേദമായി പേരുതോന്നിടാം നൂറായിരം ഇതളായി. ഇതോടെ കേട്ടോ. ഇതൊന്ന് ഇളക്കി തന്നിരുന്ന ഒരു വലിയ ഉപകാരമായിരുന്നു കേട്ടോ. ഇവിടെ മാവ് ഇങ്ങനെ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഇതിനകത്തുനിന്ന് ഉരുണ്ട് വിട്ട് വരുന്ന പരുവമാണ് ശരിയാവുന്നത് കേട്ടോ. വെക്കാൻ ഇച്ചിരി പാടുണ്ട്. ഒരാൾ പറഞ്ഞോട്ട് വരും. അവിടെ ഇങ്ങനെ വിണ്ട് വരും. അത് പാത്രത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കാത്ത പരുത്തിഞ്ഞതായിട്ട് അതിന് ഇളക്കി ഇട്ട എവിടാ വെളിയില ഇതേ ഇങ്ങനെ കറക്കിയൊന്നുണ്ടോ മാവടിയിൽ ഇങ്ങനെ ചുറ്റിയത് ഇങ്ങനെ പൊക്കി തറയെ വിടരുത്. പൂത്തപ്പം ഉണ്ടാക്കാൻ ഇത് കുറച്ചിലാണ്. ഇതിനകത്തുനിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ചപ്പാത്തിയുടെ പരുവാണ്. ചീരയും കൂടെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ആക്കാൻ. നമ്മളെ മാവ് കണ്ട ഇങ്ങനെ പരുവായാണ്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലിട്ട് തട്ടിയിടണം. എന്നിട്ട് ഇതാറിയിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി. നമ്മളെ പാലൊക്കെ കൊണ്ടുള്ള കുഴലപ്പമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചപ്പാത്തിയുടെ പരുവായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് തട്ടിയിടാം. ഇനി അടുത്തയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. ഇച്ചിരി പക്ഷേ അടിപൊളി ടേസ്റ്റ് വേണം. ശരി, എന്നാൽ നമ്മളൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ചേക്കാം. ആറിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. നമ്മുടെ മാവൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. എനിക്കൊരു ശകലം വെള്ളം കൂടുതൽ തോന്നി. അപ്പം ഞാൻ കുറച്ച് മാവും കൂടി ഇട്ട് കേട്ടോ. നമ്മളെ മാവിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. നിങ്ങൾക്ക് ഇതിനകത്ത് എള്ള് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് എള്ള് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അതുകൊണ്ട് ഞാൻ എള്ളും കൂടെ ചേർത്ത് ഇതാക്കിയ. ചിലർ ജീരകം കൂടെ ചേർക്കും. ഞാൻ ജീരകം ഇതിനകത്ത് അരച്ച് ചേർത്തുകൊണ്ട് ചേർക്കുന്നത്. നമുക്കിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്ന നല്ലതല്ലേ. അപ്പം നമ്മൾ കണ്ടല്ലേ ചപ്പാത്തി പരുവ വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. ശരി, നല്ലോണം ഞെവിടിയിട്ട് ഞാൻ കാണും. നമുക്ക് എണ്ണ ഒഴിക്കാം. അത് അനന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്.
ഇങ്ങനെ അനന്ന് വരട്ടെ. കുറച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിക്കണം കേട്ടോ. നമ്മുടെ മാവ് ഇങ്ങനെ ഞെവിടി അടച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ നല്ല പരുവമാണ് കേട്ടോ. ഞാനിത് കുറേശ്ശെ എടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് അടച്ചു വയ്ക്കണം, കാരണം ഇതിനകത്തുള്ള ഈർപ്പങ്ങളൊക്കെ പോകാനായിട്ട് ഇടയ്ക്ക് നമുക്ക് തുടച്ചിട്ടത് അടച്ചു വയ്ക്കാം. അപ്പം ഇത് നമുക്കിങ്ങനെ ചപ്പാത്തി പലകയ്ക്കകത്ത് വെച്ച്, കട്ടിംഗ് ബോർഡായാലും മതി, അതിനകത്ത് വെച്ച് നമുക്കിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമുക്കിതിനെ ഓരോരോ പീസാക്കി എടുക്കുമ്പോൾ നമുക്ക് എളുപ്പം കിട്ടും. ഒരേ സൈസിലെ കണക്ക് നമുക്ക് അളവും കിട്ടും. അപ്പോൾ ഇത് ഓരോന്നിങ്ങനെ എടുത്ത് നമുക്ക് ഉരുട്ടി, ഇതിപ്പോൾ ഇച്ചിരി വലിയ പീസായിപ്പോയി, ഇത് ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്താണ്ട് ഇതാണ് ചപ്പാത്തി പ്രസ്സിനകത്താണ് വെച്ചേക്കുന്നത്. ഇവിടെ അരിയൊക്കെ കൊണ്ടുവന്നൊരു കവറാണ്, ഞാൻ ഇതിനകത്തോടെ എടുത്തിട്ടിട്ട് ഇത് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു കവർ എടുത്തിട്ട് അത് രണ്ടായിട്ട് കീറിയിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് പിന്നെ പ്ലേറ്റോ കപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് പരത്താം. ഇത് ഞാൻ ഇതിനു മുമ്പേ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കിത് വലുതായിട്ട് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് ഭൂരിക്കൊക്കെ കണക്ക് നമുക്ക് ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിയാൻ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ കുറച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ നമ്മളെ അനന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു. നമ്മളിങ്ങനെ മുറിച്ച് വെച്ചേക്കുന്ന ഓരോ പീസുകൾ നമുക്കന്നേരം ഓരോ കൃത്യമായിട്ടുള്ളൊരു അളവ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അത് നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ എണ്ണ തടവി, നമുക്കിപ്പം നല്ല പരുവാണല്ലോ. എന്നിട്ടിത് നമ്മൾ ചപ്പാത്തി പ്രസ്സിനകത്തോട്ട് വെച്ചിട്ട് വളരെ ലോയിൽ നമ്മൾ ഒരുപാട് പരത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ പാടായിരിക്കും. ചപ്പാത്തി പോലെ ഒന്ന് ലോ ആയിട്ട് പരത്തിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട്, ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു പീസിനകത്ത് മാവ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ പ്ലേറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതെൻ്റെ നവനീത ബ്ലോഗ്സിൻ്റെ ആ വീഡിയോയിൽ പോയി കണ്ടാൽ മതി. അപ്പം ഇത് നമ്മളിങ്ങനെ എടുത്തല്ലോ, നമ്മളെ കൈക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ നമ്മളെ കൈയുടെ അതിൻ്റെ പുറത്തോട്ട് മടക്കി വെച്ചിട്ട് ഈ രണ്ട് വശവും കൂടെ നമ്മളിങ്ങനെ അമുക്കണം കേട്ടോ. ഇങ്ങനെ ഞാൻ പരത്തി വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് കുറച്ച് പരത്തി വെച്ചാൽ എളുപ്പമാണല്ലോ. വീണ്ടും നമ്മൾ കണ്ടിങ്ങനെ ഉരുളകൾ നമുക്ക് അത് അനക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ റെഡിയാക്കി വെച്ചിരുന്ന, അപ്പം ഇങ്ങനെ ഈ ചപ്പാത്തി പലക വെച്ചിങ്ങനെ റോളാക്കി വെച്ചിരുന്നാലേ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യേണ്ട. നിങ്ങൾക്കത് തന്നെ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. നമ്മളെ ഒരു ഭൂരിയുടെ പരുവായി അത് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട്, അത് വലത്തെ കയ്യിൽ നിന്നുള്ളത് ഇടത്തെ കയ്യിൽ ആ ചൂണ്ടുവിരലിലോട്ട് വെച്ചിട്ട് ഈ രണ്ട് തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ വെച്ച് മടക്കി കൊടുക്കണം. കണ്ടോ, ഉത്തപ്പം കണ്ടോ, ഉത്തപ്പം കുഴൽ കാണുന്നുണ്ടോ? ഉത്തപ്പം അല്ലേ, കുഴലപ്പം, സോറി മറന്നുപോയി കേട്ടാ. അപ്പം നമ്മളുടെ എണ്ണ അനന്ന് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇങ്ങനെ അനന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് കൈ നനയ്ക്കാതെ മാവ് നനയ്ക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഞെവിടണ്ട എന്ന് പറയാക്കത്തില്ല, എള്ളൊക്കെ ചേർത്ത് നമുക്ക് ഞെവിടിയേ പറ്റത്തുള്ളൂ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉടനെ നമ്മൾ ഇളക്കുകയും ചെയ്യരുത്, അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് എൻ്റെ മോനൊന്ന് കൊടുത്തു വിടണമെന്നുണ്ട്. അങ്ങനെ കുറേ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പാലക്കൊക്കെ ഇവിടെ ഇപ്പം തീർന്നൊക്കെ വരാൻ പോവുമല്ലേ. ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തവിയുണ്ടൊന്ന് പയ്യെ ഒന്ന് ആക്കി കൊടുക്കാം. നല്ല നമ്മളെ വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മളുടെ കാണുന്നുണ്ടോ, ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളെ പ്രകൃതി എന്നുള്ള നമ്മളെ പാലക്കിൻ്റെ ഇലയിൽ നിന്നുള്ള കളറാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മളുടെ ഊത്തപ്പം മൂത്ത് കേട്ടോ.
നമ്മുടെ പച്ചക്കളറൊക്കെ അപൂർവമായിട്ട് കിട്ടിയുള്ളൂ. അങ്ങനെ കളറൊന്നും ചേർക്കണ്ടെന്ന് വിചാരിച്ചതാ കേട്ടോ. അടുത്തതും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അതെ, ആദ്യം പിടിച്ചത് ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് കണ്ട ഇന്ന് കാണിച്ചു തരാം. അടിപൊളി. അടിപൊളി കേട്ടോ. ചൂടുണ്ട്. ഇതെല്ലാം വറുത്തിട്ട് കാണിച്ചു തരാം. എണ്ണയിൽ നിന്ന് പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചിടാവും കേട്ടോ. പറഞ്ഞാലും ഇവിടെ കഴിക്കത്തില്ല. നമ്മളുടെ അവസാനത്തെ ട്രിപ്പും നമ്മൾ കുഴലപ്പം ഇട്ട് കേട്ടോ. അല്ലേ, ഇത്രയും പൊരിച്ച് വെച്ച് പച്ച കളറൊന്നും വലുതായിട്ട് കിട്ടിയില്ല കേട്ടോ. നല്ല ക്രിസ്പിയാണ്. പിന്നെ ഞാനെന്തോ ഇത് കുറച്ച് ഒത്തിരി ആക്കണ്ടെന്ന് വെച്ച് ഇത് വെച്ച് തന്നെ ഒന്ന് മുറുക്കും കൂടെ ബാക്കി കുറച്ച് മാവെടുത്ത് ഞാൻ മുറുക്കുണ്ടാക്കി നോക്കി. അപ്പോൾ അത് പീച്ചി നല്ലോണം നല്ല പരുവായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇങ്ങനെ പീച്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പരിപാടി കഴിഞ്ഞ് ഇച്ചിരി മെനക്കേടാണ്, കുറേ നേരം നിൽക്കണം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരാൾ പരത്താനും ഒരാൾ ചുടാനും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തീരും. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി താമസമൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ വന്ന് കുറച്ചൊക്കെ ഇളകി തന്നുകൊണ്ട് നല്ലതായിരുന്നു. ഞാൻ വിചാരിച്ച് പാലക്കിൻ്റെ ഇലയില്ലേ എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി മാവ് കൂടുതലെടുത്ത് കുറച്ചുണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇച്ചിരി മോനൊക്കെ ഇച്ചിരി കൊടുത്തു വിടാം അങ്ങനെയൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാം സുഖമായിരിക്കണം, നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കുഴലപ്പം, നമ്മളെ പാലക്കിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ കുഴലപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരി, എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിനങ്ങൾ ഐശ്വര്യം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടും ദീർഘായുസ്സോടും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ എല്ലാ വീഡിയോയും കാണണമെങ്കിൽ ആ ബെല്ല് അമർത്തിയാൽ ഓളെന്ന ഓപ്ഷൻ തരും. എൻ്റെ എല്ലാ വീഡിയോയും കാണാം. നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നന്ദി.